എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. നമുക്ക് 1 രാജാക്കന്മാർ 11-ാം അധ്യായത്തിലേക്ക് വരാം. 11-ാം അധ്യായം 11-ാം വാക്യം. യഹോവ ശലോമോനോട് അരുളി ചെയ്തതെന്തെന്നാൽ, എൻ്റെ നിയമവും ഞാൻ നിന്നോട് കൽപ്പിച്ച കൽപ്പനകളും നീ പ്രമാണിച്ചില്ല എന്നുള്ള സംഗതി നിന്റെ പേരിൽ ഇരിക്കൊണ്ട് ഞാൻ രാജ്യത്വം നിങ്കൽ നിന്ന് നിശ്ചയമായി പറിച്ച് നിന്റെ ദാസന് കൊടുക്കും. ഇസ്രായേലിന്റെ ചരിത്രം മാറ്റിയ വാക്യമാണിത്. ഇസ്രായേലിന്റെ ചരിത്രത്തെ അവിടെ വെച്ച് ദൈവം മാറ്റുകയാണ്. രാജാക്കന്മാരുടെ പുസ്തകം 11-ാം അധ്യായം 11-ാം വാക്യമാണ് അതിന്റെ അടിസ്ഥാനം. ശലോമോൻ എന്ന് പറയുന്ന രാജാവിനോട് പറഞ്ഞതാണ് യഹോവയായ ദൈവം, എൻ്റെ നിയമവും ഞാൻ നിന്നോട് കൽപ്പിച്ച കൽപ്പനകളും നീ പ്രമാണിച്ചില്ല, ആയതിനാൽ നിനക്ക് ഞാൻ തന്ന രാജ്യത്വം പറിച്ചെടുത്ത് ദാസന് ഞാൻ കൊടുക്കുമെന്ന് ശലോമോനോട് പറയും. ഇവിടെ വെച്ചാണ് ഇസ്രായേലിന്റെ ചരിത്രം വേറൊരു വഴിത്തിരിവിലേക്ക് പോകുന്നതാണ് നമ്മൾ കാണുന്നത്. ഹിസ്റ്ററി ഓഫ് കിങ് ഓർ കിങ്ഡം. ദൈവത്തിന്റെ പ്രമാണവും ദൈവം നമുക്ക് നൽകിയ കൽപ്പനകളും പ്രമാണിക്കാതെ വന്നപ്പോൾ ഒരു രാജാവിനോട് പറയുകയാണ്, നിന്റെ രാജ്യത്വം പറിച്ചു മാറ്റാൻ പോവുകയാണ്. ഈ പുസ്തകം തുടങ്ങുന്നത് ദാവീദ് രാജാവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. ദാവീദ് രാജാവിന്റെ ഭരണം പറഞ്ഞുകൊണ്ടാണ് ഈ പുസ്തകം തുടങ്ങുന്നതെങ്കിൽ ഈ പുസ്തകം അവസാനിക്കുമ്പോൾ അവിടെ പറയുന്നത് ഈ ഇസ്രായേൽ ജനത്തെ ബാബിലോൺ രാജാവ് പിടിച്ചുകൊണ്ട് അടിമത്തത്തിലേക്ക് കൊണ്ടുപോകുന്ന ചരിത്രം പറഞ്ഞുകൊണ്ടാണ് ഇത് അവസാനിക്കുന്നത്. ഒരു വലിയ ട്രാജഡിയിലാണ് ഇസ്രായേൽ പിന്നീട് പോയി അവസാനിക്കും. അവരുടെ തുടക്കം നല്ലതായിരുന്നു, പക്ഷേ പര്യവസാനം വളരെ പരിതാപകരമായി പോയി എന്ന് ഈ പുസ്തകം നമ്മളോട് പറയുക. 11:30-32 വായിച്ചേ. അഹീയാവ് താൻ ധരിച്ചിരുന്ന പുതിയ അങ്കി പിടിച്ച് 12 ഖണ്ഡമായി കീറി യൊരോബെയാമിനോട് പറഞ്ഞതെന്തെന്നാൽ, 10 ഖണ്ഡം നീ എടുത്തുകൊള്ളുക. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ രാജ്യത്വം ശലോമോന്റെ കയ്യിൽ നിന്ന് പറിച്ചു കീറി 10 ഗോത്രം നിനക്ക് തരുന്നു. എന്നാൽ എൻ്റെ ദാസനായ ദാവീദു നിമിത്തം ഞാൻ എല്ലാ ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത യെരൂശലേം നഗരം നിമിത്തം 1 ഗോത്രം അവന് ഇരിക്കും. ഇവിടെ പ്രവാചകൻ വന്നിട്ട് തന്റെ വസ്ത്രം, പ്രവാചകൻ അന്ന് ദൂത് കൊടുക്കുന്ന അങ്ങനെയാണ്, ദൈവത്തിന്റെ ദാസനെ കൊണ്ട് വരികയാണ്. വന്നിട്ട് അവന്റെ വസ്ത്രം വലിച്ചു കീറുകയാണ്. വലിച്ചു കീറിയിട്ട് അതിനെ 12 കഷ്ണം കീറി. 10 കഷ്ണം ഒരുത്തിന് കൊടുത്തു, 2 കഷ്ണം വേറൊരുത്തിന് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇതുപോലെ യഹോവ ഈ രാജ്യത്തെ കീറി മുറിക്കുന്നു. പിന്നീട് അതാണ് വടക്കേ രാജ്യവും തെക്കേ രാജ്യവും. 2 ഗോത്രങ്ങൾ ചേർന്ന രാജ്യമാണ് തെക്കേ രാജ്യം. യഹൂദ ഗോത്രവും ബെന്യാമീൻ ഗോത്രവും. ബാക്കി 10 രാജ്യങ്ങൾ ഒന്നിച്ചു നിന്നു. അവരെ പറയുന്നത് വടക്കേ ദേശം. ഈ 2 രാജ്യങ്ങളെയും 2 രാജാക്കന്മാർ ഭരിച്ചു. ഇപ്പുറത്തെ 10 രാജാക്കന്മാര് നിരന്തരമായിട്ട് 80 വർഷക്കാലം ഭരിച്ചു. ഇതിന്റെ പരിണത ഫലം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തോടുള്ള ബന്ധം ഇവർക്കില്ലെന്നായി പോയി, ദൈവിക പദ്ധതിയിൽ നിന്ന് വീണുപോയി. അതുകൊണ്ടാണ് ദൈവം ഇവരെ വിഭജിച്ച് കളഞ്ഞത്. ഇവർ വിഭജിച്ചു പോയി, ചിതറിപ്പോയി. ഒന്നിച്ച് നിൽക്കണം, യുണൈറ്റഡ് ആയി ഒരു ഒറ്റ കിങ്ഡം. ദൈവത്തിന്റെ പദ്ധതി അതായിരുന്നു, ഒന്നിച്ച് ഒരു ദൈവിക ജനവും ദൈവത്തിന്റെ രാജ്യവുമാണ് ഇസ്രായേലിനെ ദൈവം കണ്ടത്. ദൈവത്തിന്റെ പ്ലാൻ അതായിരുന്നു. ദൈവത്തിന്റെ കൽപ്പനയും പ്രമാണവും അനുസരിച്ച് ഭരിക്കപ്പെടുന്ന ഒരു സമൂഹമായി, ഒറ്റ രാജ്യമായി നിൽക്കണമെന്നാണ് ദൈവം ആഗ്രഹിച്ചത്. അതിന് ദൈവത്തിന്റെ പ്രതിനിധിയായിട്ടാണ് ഈ രാജാക്കന്മാരെ ദൈവം ആക്കി വെച്ചത്. എന്നാൽ അവര് അതിൽ വന്ന തെറ്റാണ് നമ്മൾ 11:11 വായിച്ചത്. അവർ യഹോവയുടെ കൽപ്പനകള് അനുസരിക്കുകയോ പ്രമാണങ്ങള് പാലിക്കുകയോ ചെയ്തില്ല. പിന്നീട് ഈ ദൈവത്തിന്റെ ആ ഭരണത്തിൽ നിന്ന് അവർ മാറ്റപ്പെട്ടു പോയി. ദൈവത്തോട് ചേർന്ന് നിൽക്കാതെ അവർ മാറ്റപ്പെട്ടു പോയപ്പോൾ പിന്നീട് സംഭവിച്ചത് ഏതാണെന്നറിയാമോ? 1 രാജാക്കന്മാർ 16-ാം അധ്യായം 29 മുതൽ 33 വരെ ഒന്ന് വായിച്ചേ. യഹൂദ രാജാവായ ആസയുടെ 38-ാം ആണ്ടിൽ ഒമ്രിയുടെ മകനായ ആഹാബ് ഇസ്രായേലിൽ രാജാവായി. ഒമ്രിയുടെ മകനായ ആഹാബ് ശമര്യയിൽ ഇസ്രായേലിനെ 22 സംവത്സരം വാണു. ഒമ്രിയുടെ മകനായ ആഹാബ് തനിക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാവരെക്കാളും അധികം യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. നെബാത്തിന്റെ മകനായ യൊരോബിയാമിന്റെ പാപങ്ങളിൽ നടക്കുന്നത് പോരാ എന്ന് തോന്നുമാറ് അവൻ സീദോനിയ രാജാവായ എത്ബാലിന്റെ മകളായ ഇസബേലിനെ ഭാര്യയായി പരിഗ്രഹിക്കുകയും ബാലിനെ ചെന്ന് സേവിച്ച് നമസ്കരിക്കുകയും ചെയ്തു. താൻ ശമര്യയിൽ പണിത ബാലിന്റെ ക്ഷേത്രത്തിൽ അവൻ ബാലിന് ഒരു ബലിപീഠം ഉണ്ടാക്കി. ആഹാബ് ഒരു അശോര പ്രതിഷ്ഠയും ഉണ്ടാക്കി. അങ്ങനെ ആഹാബ് ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ കോപിപ്പിക്കത്തക്കവണ്ണം തനിക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാ ഇസ്രായേൽ രാജാക്കന്മാരെക്കാളും അധികം ദോഷം പ്രവർത്തിച്ചു. അപ്പൊ ദൈവജനം ഇസ്രായേൽ, ദൈവത്തെ ആരാധിക്കേണ്ട ജനം, ദൈവത്തിന്റെ ഗോഡ്സ് പ്ലാനിൽ നിന്ന് പുറത്തുപോയി.
അപ്പൊ ദൈവം അവരെ വിട്ടുകളഞ്ഞതായ സമയത്ത് പിന്നീട് വന്ന രാജാക്കന്മാർ ചെയ്തത് എന്താന്ന് ചോദിച്ചാൽ, അവർ ഇസ്രായേലിന്റെ സ്ഥലങ്ങളിൽ ശമര്യയിലും അതാത് മലകളിലെല്ലാം പൂജാഗിരികൾ പണിതു. പൂജാഗിരികൾ പണിതിട്ട് അവിടുത്തെ ജാതികളുടെ ദേവന്മാരായ ബാലിനെ പോലുള്ള ലോക്കൽ ഗോഡ്സിനെ കൊണ്ടുവന്ന് പാർപ്പിച്ചു. അവരെ ആ ബാലിനെ ആരാധിക്കുവാനായിട്ട് തുടങ്ങി. അപ്പൊ ഇസ്രായേൽ ജനം വളരെ അധംപതിച്ചു. ഏകസത്യത്തെ ദൈവത്തെ ആരാധിക്കുവാൻ വിളിച്ചവരാ. വിഗ്രഹം ഉണ്ടാക്കിയതിന് നമുക്കറിയാം, പർവ്വതത്തിൽ നിന്ന് മോശ ഇറങ്ങി വന്നപ്പോൾ കാളക്കുട്ടിയെ ചുട്ട് അതിന്റെ വെള്ളം ഇവർക്ക് കുടിപ്പാൻ കൊടുത്ത ഒരു സമൂഹമാണ്. വിഗ്രഹം ഉണ്ടാക്കാൻ പാടില്ല എന്നവർക്കറിയാം. ദൈവമാണ് ഞങ്ങളെ വിളിച്ചത്, ദൈവമാണ് മിസ്രൈമിൽ നിന്ന് ഞങ്ങളെ കൊണ്ടുവന്നത്, ദൈവമാണ് ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ചത്, ദൈവമാണ് യഹോവയാണ് ചെങ്കടൽ വിഭജിച്ച് ഞങ്ങളെ നടത്തിയത്, യഹോവയായ ദൈവമാണ് പകൽ ആ മേഘസ്തംഭമായിരുന്നത്, യഹോവയാണ് സ്ഥാനത്തിന് മുൻകറിയായി ചെങ്കടൽ കടത്തിയത്, യഹോവയായ ദൈവമാണ് മേഘസ്തംഭമായി നിന്ന് പരിശുദ്ധാത്മാവിന്റെ നിഴലായ മേഘത്തിന്റെ ഒരു നടത്തിപ്പ് ഞങ്ങൾക്കുണ്ടായിരുന്നു. അവർക്ക് മന്ന കൊടുത്തു, കാടയിറച്ചി കൊടുത്തു, തീക്കൽ പാറയിൽ നിന്ന് അവർക്ക് ജലം പുറപ്പെടുവിച്ചു കൊടുത്തു. അവരുടെ എതിരെ വന്ന ആ രാജാക്കന്മാരെല്ലാം നിഗ്രഹിച്ചു, ദേശം അവകാശമായി കൊടുത്തു. ദൈവമാണ് യോർദാൻ രണ്ടായി വിഭജിച്ച് അവർക്ക് യെരിഹോ പിടിച്ചെടുക്കുവാൻ കൃപ കൊടുത്തത്. അവരെ അവിടെ ദേശത്ത് കൊണ്ടുവന്ന് പാർപ്പിച്ചത് യഹോവയാണ്. എന്നാൽ അവർ ഇപ്പോൾ യഹോവയെ വിട്ട് മാറി. അവിടെയൊക്കെ വെച്ചാണ് ജോഷുവ പറയുന്നത്, നിങ്ങൾക്ക് യഹോവയെ സേവിക്കുന്നത് നന്നല്ല എന്ന് തോന്നുമെങ്കിൽ നിങ്ങൾക്ക് പോവാം, പക്ഷെ ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ഇങ്ങനെ ദൈവിക കരുതൽ അറിഞ്ഞ ഒരു സമൂഹം, ദൈവത്തിന്റെ പ്ലാൻ അറിഞ്ഞ ഒരു സമൂഹം, ദൈവത്താൽ നടത്തപ്പെട്ട ഒരു സമൂഹം ഇപ്പോൾ അവർ കാനാനിൽ വന്ന് പാർക്കുന്നതായ സമയത്ത് ദൈവം അവർക്ക് അവകാശമായി കൊടുക്കുമെന്ന് പറഞ്ഞ ദേശത്ത് അവർ വന്നപ്പോൾ അവർ ദൈവത്തെ വിട്ടുകളഞ്ഞു. ദൈവവും അവരെ വിട്ടു. അനന്തരഫലമായിട്ട് ഈ ആഹാബ് എന്ന് പറയുന്ന രാജാവിന്റെ ഭരണകാലം വന്നപ്പോഴേക്കും അവരുടെ മലകളിലെല്ലാം ഓരോ സ്ഥലങ്ങളിലും ഇപ്പൊ പള്ളികൾ കാണുന്നത് പോലെ ഓരോ സ്ഥലങ്ങളിലും ആളുകൾക്ക് കൂടി വരുവാനായിട്ട് അവർ പൂജാഗിരികൾ പണിതു കൊടുത്തു. അന്യദേവന്മാരെ അതിൽ കൊണ്ട് പ്രതിഷ്ഠിച്ചു. ആ ദേവനെ ആരാധിക്കുവാനായി രാജാവ് ജനത്തെ പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജനം അധംപതിച്ചു പോയപ്പോൾ ആ ജനത്തെ മടക്കി കൊണ്ടുവരുവാൻ എഴുന്നേൽപ്പിച്ച പ്രവാചകന്റെ പേരാണ് ഏലിയാവ്. ഇസ്രായേലിന്റെ ചരിത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ അതിലൊരു 4 പേരെ നമുക്ക് മറക്കാൻ പറ്റില്ല. നേതൃത്വ നിരയിൽ നിന്നവരാണ്. ഒന്ന് അബ്രഹാമാണ് മെസൊപ്പൊട്ടേമിയയിൽ നിന്ന് ദൈവം ആദ്യമായിട്ട് വിളിച്ചിറക്കിയ വ്യക്തി കുടുംബം. രണ്ടാമത് അബ്രഹാം കഴിഞ്ഞാൽ മോശ, മിസ്രൈമിലായിരുന്ന ജനത്തെ അവിടെ നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവരുവാൻ ദൈവം എഴുന്നേൽപ്പിച്ച രണ്ടാമത്തെ ആളാണ് മോശ. മൂന്നാമത്തെ ദൈവം ഈ രാജ്യത്തെ പണിയുവാൻ എഴുന്നേൽപ്പിച്ച ആളാണ് ദാവീദ് എന്ന് പറയുന്ന രാജാവ്. നാലാമത് ദൈവം എഴുന്നേൽപ്പിച്ച പ്രധാന വ്യക്തികളിൽ ഒരാളാണ് ഏലിയാവ്. അപ്പൊ ഈ ദൈവത്തിൽ നിന്ന് അകന്നുപോയി ദൈവിക ബന്ധം നഷ്ടപ്പെട്ടു പോയ, പാപത്തിന്റെ അടിമത്തത്തിലേക്ക് ആണ്ടുപോയ, വിഗ്രഹാരാധനയിലേക്ക് താണിറങ്ങിപ്പോയ പരാജയപ്പെട്ട ജനത്തെ മടക്കി കൊണ്ടുവരുവാൻ വേണ്ടി ദൈവം എഴുന്നേൽപ്പിച്ച പ്രവാചകന്റെ പേരാണ് ഏലിയാവ്. ഇനി 17-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിച്ചു. എന്നാൽ ഗിലെയാദിലെ തിശ്ബിയിൽ നിന്നുള്ള തിശ്ബിനായ ഏലിയാവ് ആഹാബിനോട്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രയേലിന്റെ ദൈവമായ യഹോവയാണ് ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകിയില്ല എന്ന് പറഞ്ഞു. ഏലിയാവ് എന്ന് പറയുന്ന മനുഷ്യൻ ഇപ്പോൾ ദൈവം അവനോട് അരുളി ചെയ്യുകയാണ്, നീ ആഹാബിന്റെ കൊട്ടാരത്തിലേക്ക് പോകണം. അവൻ ആഹാബിന്റെ കൊട്ടാരത്തിലേക്ക് ചെല്ലുകയാണ്. കൊട്ടാരത്തിലേക്ക് ഈസബേൽ രാജ്ഞിയായിരിക്കുന്ന ആ വിഗ്രഹങ്ങളെ ആരാധിക്കാൻ ജനത്തെ പ്രേരിപ്പിക്കുന്ന ആഹാബ് എന്ന് പറയുന്ന ഭരണാധികാരിയുടെ കൊട്ടാരമുറ്റത്തല്ല, അവന്റെ കൊട്ടാരത്തിനകത്ത് ചെന്നു ഏലിയാവ് ചെന്നിട്ട് പറയുകയാണ്, ഞാൻ സേവിച്ചു നിൽക്കുന്ന യഹോവയാണ്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ദേശത്ത് മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. പിന്നീട് എത്ര വർഷക്കാലം പെയ്തില്ല ദേശത്ത്? 3 വർഷവും 6 മാസവും ദേശത്ത് മഴയുണ്ടായില്ല. അപ്പോൾ രാജാവ് ആഹാബിനെ കൊല്ലുവാൻ അന്വേഷിച്ചു. ദൈവം പറഞ്ഞു ഓടിക്കോളാൻ പറഞ്ഞു. 17-ന്റെ 4 മുതൽ 6 വരെ വായിച്ച്. തോട്ടിൽ നിന്ന് നീ കുടിച്ചു കൊള്ളേണം, അവിടെ നിനക്ക് ഭക്ഷണം തരേണ്ടതിന് ഞാൻ കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു. അങ്ങനെ അവൻ പോയി യഹോവയുടെ കൽപ്പന പ്രകാരം ചെയ്തു. അവൻ ചെന്ന് യോർദാന് കിഴക്കുള്ള കെരീത്ത് തോട്ടിനരികെ പാർത്തു. കാക്ക അവന് രാവിലെ അപ്പവും ഇറച്ചിയും വൈകുന്നേരത്ത് അപ്പവും ഇറച്ചിയും കൊണ്ടുവന്ന് കൊടുക്കും. തോട്ടിൽ നിന്ന് അവൻ കുടിക്കും. അങ്ങനെ ഏലിയാവ് ദൈവത്തിന്റെ കൽപ്പനയനുസരിച്ച് രാജാവിനെ ഭയപ്പെട്ട ഓടുകയാണ്. ഓടി കെരീത്ത് തോടിന്റെ അടുക്കൽ പോയി ഒളിച്ചു. അവിടെ പോയിരുന്നോളാം. ഏലിയാവ് അവിടെ ഇരിക്കുന്ന സമയത്ത് ഏലിയാവിന് കാക്ക കൊണ്ടുവന്ന് രാവിലെ ആഹാരം കൊടുക്കും, വൈകുന്നേരവും കാക്ക ഇറച്ചിയുമായി വന്ന് ഇറച്ചി കൊടുക്കും. അവൻ തോട്ടിലെ വെള്ളം കുടിക്കും. അവിടെ സുഖമായിരുന്നു. അങ്ങനെ ഏലിയാവ് ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ കിഴക്കോട്ട് നോക്കും, ആര് വരുന്നുണ്ടോ? കാക്ക
വരുന്നുണ്ടോ എന്ന് നോക്കും. അങ്ങനെ അവൻ കാക്ക വരുന്നുണ്ടോ എന്ന് നോക്കും, ഭക്ഷണം കഴിക്കും, തോട്ടിലേക്ക് നോക്കും, വെള്ളവും കുടിക്കും. ഇങ്ങനെ അവൻ ജീവിച്ചു പോകുന്ന സമയത്ത് പെട്ടെന്ന് ദൈവ പ്ലാൻ അങ്ങ് മാറ്റി. കാക്കയുടെ വരവും നിന്നു, തോട്ടിലെ വെള്ളവും പറ്റി. ഇവന്റെ ദൈവത്തിലുള്ള ആശ്രയം മാറിപ്പോയി. ദൈവത്തിൽ ആശ്രയിക്കേണ്ടവൻ കാക്കയെ നോക്കിയിരിക്കുക. രാവിലെ ദൈവമുഖത്ത് നോക്കാതെ കാക്കയെ നോക്കുന്നു, രാവിലെ തോട്ടിലേക്ക് നോക്കുന്നു. ദൈവത്തിൽ ആശ്രയിക്കാത്തൊരു മനുഷ്യൻ. പെട്ടെന്ന് അവൻ ഉണ്ടായിരുന്നതൊക്കെ അങ്ങോട്ട് ദൈവം എന്ത് ചെയ്തു? നിർത്തലാക്കി. അതിന്റെ കാരണം എന്താ? ഇവനെ ദൈവാശ്രയം പഠിപ്പിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ ജീവിതത്തിലും അങ്ങനെയാണ്. നമ്മുടെ ജീവിതത്തിലെ ചില പ്രശ്നങ്ങളില്, ചില കാര്യങ്ങളില് ദൈവം ഇങ്ങനെയുള്ള നീക്കുപോക്കുകൾ വരുത്തുമ്പോൾ നമ്മൾ ഓർത്തോണം, നമ്മളെ കാക്കയിൽ നിന്നുള്ള നോട്ടം മാറ്റി നീ ആശ്രയിക്കുന്ന ആ തോട്ടിലെ വെള്ളത്തിലുള്ള നിന്റെ നോട്ടം മാറ്റിയിട്ട് നിന്റെ നോട്ടം എങ്ങോട്ട്? ദൈവത്തിലേക്ക് നോക്കുവാനായിട്ട് നിന്നെ പരിശീലിപ്പിക്കുന്നതാണ് ദൈവം. നമ്മുടെ ജീവിതത്തിലും അങ്ങനെ അവൻ ദൈവമുഖത്തേക്ക് നോക്കാനായിട്ട് ഏലിയാവിനെ പഠിപ്പിച്ചു. 17-ാം വാക്യം വായിച്ചേ. എങ്ങോട്ട് പോകോളാൻ പറഞ്ഞു അടുത്തതായിട്ട് ഏലിയാവിനോട്? അനന്തരം വീട്ടുടമക്കാരത്തിയായ സ്ത്രീയുടെ മകൻ ദീനം പിടിച്ചു കിടപ്പിലായി. ദീനം കടുത്തിട്ട് അവനിൽ ശ്വാസം ഇല്ലാതെയായി. അവിടെ നിന്ന് സറാഫാത്തിലേക്ക് പോകോളാൻ പറഞ്ഞു. അപ്പൊ ഈ തോട്ടിലെ വെള്ളവും കാക്കയുടെ വരവും നിന്നും സറാഫത്തിലേക്ക് പോവുകയാണ് ഏലിയാവ്. സറാഫത്തിലേക്ക് പോകുന്ന ഏലിയാവ് സറാഫത്തിൽ ചെന്ന് അവിടെ ചെന്നപ്പോൾ വിറക് വിറക്കി അല്പം മാവുണ്ട്, അപ്പം ഉണ്ടാക്കി ഭക്ഷിച്ചിട്ട് മരിക്കാനിരിക്കുന്ന ഒരു വിധവയുടെയും ഒരു മകന്റെയും വീട്ടിലോട്ടാണ് ഏലിയാവിനെ വിട്ടത്. ഏലിയാവ് സറാഫത്തിലേക്ക് പോയി വിധവയുടെ വീട്ടിൽ ചെന്നു. ആ വിധവയുടെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെയും ഒരു പ്രതിസന്ധി ഉണ്ടായി. 17-ാം വാക്യത്തിൽ എന്താ വായിച്ച? വിധവയുടെ മകൻ ഇപ്പോൾ ദീനം പിടിച്ചിട്ട് മരിക്കാറായി കിടക്കുക. അപ്പൊ നോക്കിക്കോണേ, അവിടെയും ഒരു പ്രതിസന്ധി വന്നിരിക്കുക. വിധവയുടെ വീട്ടിൽ സംരക്ഷിക്കാൻ പറ്റുന്നത്. ഇപ്പൊ ആ കുടുംബത്തിന് ആ സ്ത്രീ വന്നിട്ട് പറയാ, യജമാനെ നീ വീട്ടിൽ വന്ന് നിലയ്ക്കാൻ അപ്പം ഉണ്ടാകുന്നത് ഇത് ഇപ്പം എന്താണെന്നറിയില്ല, എന്റെ മകൻ ദീനം വന്ന് മരിക്കാറായി കിടക്കുക. ഏലിയാവും ഭാരപ്പെട്ടു അല്ലെ. 22-23 വായിച്ച. യഹോവ ഏലിയാവിന്റെ പ്രാർത്ഥന കേട്ടു. കുട്ടിയുടെ പ്രാണൻ അവനിൽ മടങ്ങി വന്ന് അവൻ ജീവിച്ചു. ഏലിയാവ് കുട്ടിയെ എടുത്ത് മാളികയിൽ നിന്ന് താഴെ വീട്ടിലേക്ക് കൊണ്ടുചെന്ന് അവന്റെ അമ്മയ്ക്ക് കൊടുത്തു. ഇതാ നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് ഏലിയാവ് പറഞ്ഞു. എന്താണ് ഇവിടെ ഒരു പ്രതിസന്ധി നേരിട്ടു? അവിടെ മകൻ മരിപ്പാറായി കിടക്കുകയാണ്. ഏലിയാവ് അവിടെ ചെന്ന് അവനെ എടുത്തുകൊണ്ടുപോയി മാളിക മുറിയിൽ കൊണ്ടുപോയി കട്ടിലിൽ കിടത്തി അവന്റെ മേൽ 3 പ്രാവശ്യം കമന്ന് കിടന്നു. എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു യഹോവയോട് ഇവന്റെ ജീവൻ മടക്കി കൊടുക്കണമേ എന്ന്. എന്താ അനന്തരഫലം? ആ കുഞ്ഞിന് ജീവൻ മടങ്ങി വന്നു. ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് അവന്റെ അമ്മയ്ക്ക് കൊടുത്തു. എന്താ ഇങ്ങനെ ഏലിയാവിന് ഒരു പ്രതിസന്ധി വന്നെന്നറിയാമോ? അവന്റെ വിശ്വാസത്തെ ഉയർത്തുവാൻ വേണ്ടി, ഏലിയാവിന്റെ വിശ്വാസത്തെ ഉയർത്തുവാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു പ്രതിസന്ധി കൊടുത്തത്. എന്താ അങ്ങനെ കൊടുത്തതിന്റെ കാരണം? ഇപ്പോൾ ഇതാ ഇവിടെ വിധവയുടെ മകനെ ഉയർപ്പിച്ചു ദൈവം. യഹോവ അവൻ പ്രാർത്ഥന കേൾക്കുന്നവനാണ്. അവൻ വിധവയുടെ മകനെ ഉയർപ്പിച്ചു എന്നുള്ള അവന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിച്ചു. കാരണം എന്നാണെന്നറിയാമോ? അടുത്ത സ്റ്റേജ് അവൻ എന്നാ കൊടുക്കാൻ പോകുന്നറിയാമോ? കർമ്മേലിൽ പോയി നിൽക്കണം. ബാലിന്റെ പ്രവാചകന്മാർ അവിടെ വരും. കർമ്മേലിൽ നിൽക്കുന്ന ആ സമയത്ത് യഹോവയോട് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് തീയിറങ്ങി യാഗപീഠം കത്തിക്കുവാൻ തക്കവണ്ണം ദൈവം പ്രവർത്തിക്കുമെന്ന് അവനെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയാണ്, അവന്റെ വിശ്വാസത്തെ ഉയർത്തുവാൻ വേണ്ടിയാണ് ജീവിതത്തിൽ ഇങ്ങനെ ഒരു പ്രതിസന്ധി കൊണ്ടുവന്നത്. ഒന്നാമത്തെ പ്രതിസന്ധി എന്താ? ദൈവത്തെ മുഖത്തേക്ക് നോക്കാൻ വേണ്ടിയിട്ട് കാക്കയുടെ വരവും നിർത്തി, തോട്ടിലെ വെള്ളവും പറ്റി. മറ്റേ ഇത് രണ്ടും നോക്കിയിരുന്നവനിപ്പം ദൈവമുഖത്തേക്ക്. അപ്പൊ ദൈവത്തെ ആശ്രയിക്കാൻ ഒന്നാമത് പഠിപ്പിച്ചു. രണ്ടാമത്തെ സ്ഥലത്ത് വന്നപ്പോൾ അവിടെയും പ്രതിസന്ധി. വിധവയുടെ മകൻ മരിച്ചു. അവിടെ ദൈവം ചെയ്തത് എന്താന്ന് ചോദിച്ചാൽ, ഈ പ്രതിസന്ധി ഇപ്പൊ കൊണ്ടുവന്നത് നിന്റെ വിശ്വാസത്തെ ഉയർത്താൻ വേണ്ടിയാ. എന്ത്? ഈ മരിച്ചവനെ ഉയർപ്പിക്കുവാൻ യഹോവയ്ക്ക് കഴിയുമെന്നുള്ള കാര്യവും ഏലിയാവിന് ഉറപ്പായി. അപ്പോഴാണ് അടുത്ത പുൾപിറ്റ് കൊടുക്കുന്നത്. അവൻ അവിടെ ഇനി പോയി നിൽക്കാൻ പോവാ കർമ്മേലില്. അവിടെ നിൽക്കുമ്പോൾ അവൻ ഒരു കാര്യം മനസ്സിലായി, കാക്കയുടെ വരവ് നിലച്ചാലും എന്നെ പോറ്റിയ ദൈവം, സറാഫാത്തിലെ വിധവയുടെ മകനെ ഉയർപ്പിച്ച ദൈവം ഇവിടെ കർമ്മേലിൽ തീയിറക്കി ഈ യാഗപീഠം കത്തിച്ചുകൊണ്ട് ഈ വിജാതീയന്റെ മുമ്പിൽ ദൈവം എന്നെ മാനിക്കുമെന്നുള്ള ഉറപ്പ് ഏലിയാവിന് ഉണ്ടായി. 18-1 വായിച്ചു. ഏറിയ നാൾ കഴിഞ്ഞിട്ട് 3-ാം സംവത്സരത്തിൽ ഏലിയാവിന് യഹോവയുടെ അരുളപ്പാടുണ്ടായി. നീ ചെന്ന് ആഹാബിനെ നിന്നെ തന്നെ കാണിക്ക, ഞാൻ ഭൂതലത്തിൽ മഴ പെയ്യിപ്പാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഈ 3.5 വർഷം കഴിഞ്ഞാണ് ഏലിയാവ് വീണ്ടും ആഹാബിന്റെ മുമ്പിൽ വരിക. 3.5 വർഷം മുമ്പ് ആഹാബിനോട് പറഞ്ഞിട്ട് പോയി, ഞാൻ പറയാതെ ദേശത്ത് മഞ്ഞും മഴയും ഉണ്ടാകില്ലെന്ന് പറഞ്ഞിട്ട് കൊട്ടാരത്തിന്റെ പടി ചവിട്ടി ഇറങ്ങിപ്പോയവൻ 3.5 വർഷം കഴിഞ്ഞപ്പം ഇതാ ആഹാബിനെ കാണാൻ, രാജാവിനെ കാണാൻ മടങ്ങി വരുക. 3.5 വർഷമായി മഞ്ഞില്ല, മഴയില്ല, ദേശം ക്ഷാമം കൊണ്ട് വലഞ്ഞു. അവരുടെ മൃഗങ്ങളെല്ലാം ചത്തുപോയി, അവരുടെ ഒലിവ് വൃക്ഷങ്ങളും മുന്തിരിത്തോട്ടങ്ങളെല്ലാം ഉണങ്ങി നശിച്ചുപോയി. അവർക്കുണ്ടായിരുന്ന അവരുടെ സമ്പത്ത്, സമൃദ്ധി, അവർക്ക് ഉണ്ടായിരുന്നതെല്ലാം ഈ 3.5 വർഷം കൊണ്ട് നഷ്ടപ്പെട്ടു പോയി. 18-1
ആഹാബിനെ പോയി കാണാൻ ഏലിയാവിനോട് ദൈവം പറയുകയാണ്. അവൻ ആഹാബിനെ എതിരേൽപ്പാനായിട്ട് വന്നു. മഞ്ഞും മഴയും പെയ്യാതെ ഇരുന്ന ഈ വരവ് നിന്ന ആ സമയത്ത് ദേശം ഞെരുക്കത്തിലും ക്ഷാമത്തിലും ഇരിക്കുമ്പോഴും ആഹാബ് തൻ്റെ തെറ്റ് മനസ്സിലാക്കിയില്ല. ആഹാബിന് എന്താണ് തെറ്റ് പറ്റിയതെന്നോ ആഹാബ് ചെയ്ത പാപം എന്താണെന്നോ മനസ്സിലാക്കാനായിട്ട് ആഹാബിന് കഴിഞ്ഞില്ല. 18-ാം വാക്യം വായിച്ച ആഹാബ് ഏലിയാവെ കണ്ടപ്പോൾ അവനോട്, ആർ ഇത് ഇസ്രയേലിനെ കഷ്ടപ്പെടുത്തുന്നവനോ എന്ന് ചോദിച്ചു. അതിന് അവൻ പറഞ്ഞത്, ഇസ്രയേലിനെ കഷ്ടപ്പെടുത്തുന്നത് ഞാനല്ല, നീയും നിന്റെ പിതൃഭവനവുമത്രേ. നിങ്ങൾ യഹോവയുടെ കൽപ്പനകളെ ഉപേക്ഷിക്കുകയും നീ ബാൽ വിഗ്രഹങ്ങളിൽ ചെന്ന് സേവിക്കുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ. രാജാവിനെ എതിരേൽക്കാൻ ഏലിയാവ് ചെല്ലുക. ഏലിയാവിനെ കണ്ടപ്പോഴേ ആഹാബ് രാജാവ് ചോദിക്കുക, ആരിത്? ഏലിയാവോ? ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നവൻ ഇതാ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഇസ്രായേലിനെ ഈ പട്ടിണിയിലും ദാരിദ്ര്യത്തിലും കഷ്ടപ്പെടുത്തിയത് ആരാണെന്നാണ് ആഹാബ് പറയുന്നത്? ഏലിയാവാണ്. ആഹാബിന് തന്റെ തെറ്റ് മനസ്സിലാക്കാൻ കഴിയാതെ ആഹാബ് ദൈവപുരുഷനെ, പ്രവാചകന്റെ നേരെ വിരൽ ചൂണ്ടിയിട്ട് പറയുകയാണ്, നീ ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തിയവൻ. അതിന് ഉത്തരം കൊടുക്കുക. 18-ാം വാക്യം, ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തിയവൻ ഞാനല്ല രാജാവേ, നീയാണ്. നീയും നിന്റെ പിതൃഭവനവുമാണ് ഇസ്രായേലിനെ, ഈ സമൂഹത്തെ കഷ്ടപ്പെടുത്തിയത് എന്ന് പറയുക. ഒന്ന്, നമ്മുടെ പ്രതിസന്ധിയുടെ പിന്നിൽ ഒരു കാരണമുണ്ടാവും. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രതിസന്ധിയുടെയും പിന്നിൽ ഒരു കാരണമുണ്ട്. നമ്മളത് കണ്ടെത്തുവാനും നമുക്ക് മനസ്സിലാക്കുവാനും ഇടയായിത്തീരണം. ഇവിടെ ആഹാബിന് തൻ്റെ തെറ്റ് പാപം എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞില്ല. നമ്മുടെ ജീവിതത്തിലും നമ്മളൊരു പരിശോധന ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളുടെ പിന്നിൽ നമ്മുടെ വ്യക്തി ജീവിതമാകാം, നമ്മുടെ കുടുംബ ജീവിതമാകാം, നമ്മുടെ സാമൂഹിക ജീവിതമാകാം. നമുക്കത് മനസ്സിലാക്കുവാനും ഒരു തിരുത്തലും നമുക്ക് എപ്പോഴും ആവശ്യമാണ്. നിങ്ങൾക്കറിയാമോ, ഇസ്രായേൽ ജനം യെരിഹോ മതിൽ പിടിച്ചു. യെരിഹോ പട്ടണം മുഴുവൻ പിടിച്ചെടുത്തു. മതിൽ അവരുടെ മുമ്പിൽ ദൈവം ഇടിച്ചിട്ട് കൊടുത്തു. യെരിഹോയിലെ ജനങ്ങളെ എല്ലാം തോൽപ്പിച്ച് ദേശം അവർ കൈവശമാക്കി. പക്ഷെ അത് കഴിഞ്ഞ് അപ്പുറത്തോട്ട് ചെന്നപ്പോൾ ചെറിയൊരു പട്ടണം, ആ പട്ടണത്തിൽ അവർ തോറ്റുപോയി. ഹായ് പട്ടണത്തിലെ ചെറിയ പട്ടണം, കുറച്ചാളുകളെ ഉള്ളൂ. ആ പട്ടണത്തിൽ ചെന്നപ്പോൾ അവർ തോറ്റുപോയി. തോറ്റതിന്റെ കാരണം എന്നാ? ഇസ്രായേൽ ചെയ്ത പാപം. ആഹാൻ എന്ത് ചെയ്തു? താന് എടുക്കരുത്, ശപഥാർപ്പിതം, ദൈവം തുടരുതെന്ന് പറഞ്ഞ സാധനം എടുത്ത് കൂടാരത്തില് മണ്ണിനടിയില് ഒളിപ്പിച്ചു വെച്ചു. ആ ജനം മുഴുവൻ തോറ്റുപോയി. അപ്പൊ ഒരു മനുഷ്യന്റെ പാപം ആ സമൂഹത്തെ മുഴുവൻ തോൽപ്പിച്ചു കളഞ്ഞു. ഇവിടെ ഇസ്രായേലിൽ സംഭവിച്ചത് അതുതന്നെയാണ്. ദൈവിക ബന്ധം ഇസ്രായേൽ ജനത്തിന് നഷ്ടപ്പെട്ടു പോകാനുള്ള കാരണം ആഹാബിന്റെ പൂജാരികൾ പണിതുകൊണ്ടാണ്, ദേവന്മാരെ വെച്ചുകൊടുത്തതുകൊണ്ടാണ്. ആഹാബിന് ഇപ്പോഴും പാപം മനസ്സിലായില്ല. താൻ ചെയ്ത ദൈവത്തോട് ചെയ്ത തെറ്റ് മനസ്സിലാക്കാതെ അവൻ പറയുകയാണ്, നീയാണ് ഇസ്രായേലിനെ കഷ്ടത്തിലാണ്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധിയുടെയും പിന്നിൽ ഒരു കാരണം ഉണ്ടാവും. തീർച്ചയായിട്ടും നമുക്ക് ഇരിക്കുവാനും ദൈവസന്നിധി ഇരിക്കാനും പരിശോധിക്കാനും കണ്ടെത്തുവാനും പ്രാർത്ഥിക്കുവാനും നിരപ്രായിപ്പാനും ക്ഷമയോദിപ്പാനും കുറവുകളുടെ ഏറ്റുപറയാനൊക്കെ ഇടയായിത്തീർന്നു. അങ്ങനെ ചെയ്താൽ പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറാനായിട്ട് ഒന്നാമത് നമ്മെ പഠിപ്പിക്കുന്നതാണ്. രണ്ടാമത് 18-21 വായിച്ച, അപ്പോൾ ഏലിയാവ് അടുത്തു ചെന്ന് സർവ്വജനത്തോടും, നിങ്ങൾ എത്രത്തോളം 2 തോണിയിൽ കാൽ വയ്ക്കും? യഹോവ ദൈവമെങ്കിൽ അവനെ അനുഗമിപ്പിൻ, ബാലെങ്കിലോ അവനെ അനുഗമിപ്പിൻ എന്ന് പറഞ്ഞു. ഇവരുടെ ഇപ്പോഴത്തെ പ്രശ്നം എന്താ? ഇവർ 2 തോണിയിൽ കാല് വച്ചിരിക്കുന്നു. ഇരുമനസ്സുള്ളവരെ ദൈവം വെറുക്കുന്നു. അപ്പൊ 2 തോണിയിൽ കാല് വച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ, ഇന്ന് ഇവർ യഹോവയുടെ ജനമെന്ന് പറഞ്ഞ് യഹോവയുടെ പക്ഷത്ത് നിൽക്കുന്നു എന്ന് പറയുകയും ഇവർ ബാലിന്റെ ദേവന്മാരെ ആരാധിക്കുകയും അവരുടെ പൂജാഗിരികളിൽ പോവുകയും പൂജ നടത്തുകയും ചെയ്യുന്നു. അവിടെയാണ് അവൻ ചോദിക്കുന്നത്, യഹോവയാണ് ദൈവമെങ്കിൽ നിങ്ങൾ യഹോവയെ അനുഗമിപ്പിൻ, അല്ല ലോകമാണ് നിങ്ങളുടെ ദൈവമെങ്കിൽ നിങ്ങൾ ലോകത്തെ അനുഗമിപ്പിൻ എന്ന് പറയുകയാണ്. നിങ്ങൾ 2 തോണിയിൽ കാല് വച്ചിരിക്കും. നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കുന്നതല്ല, ദൈവത്തിൽ ആശ്രയം വെക്കുവാൻ നമുക്കിടയായിത്തീരും. നമ്മുടെ ആശ്രയം മുഴുവൻ എവിടെയായിരിക്കണം? ദൈവത്തിലായി. നിങ്ങളുടെ ഈ പ്രതിസന്ധിയുടെ പിന്നിലെ രണ്ടാമത്തെ കാര്യം പറയാം, നിങ്ങൾ 2 തോണിയിൽ കാല് വച്ചിരിക്കുന്നു. 18-36-37 വായിച്ചു. ഭോജനയാഗം കഴിക്കുന്ന നേരമായപ്പോൾ ഏലിയ പ്രവാചകൻ അടുത്തു ചെന്നു, അബ്രാഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും ഇസ്രായേലിൻ്റെയും ദൈവമായ യഹോവേ, ഇസ്രായേലിൽ നീ ദൈവമെന്നും ഞാൻ നിന്റെ ദാസനെന്നും ഈ കാര്യങ്ങളൊക്കെയും ഞാൻ നിന്റെ കൽപ്പന പ്രകാരം ചെയ്തുവെന്നും ഇന്ന് വെളിപ്പെട്ടു വരട്ടെ. യഹോവേ, എനിക്ക് ഉത്തരമരുളണമേ. നീ ദൈവം തന്നെ യഹോവേ. നീ തങ്ങളുടെ ഹൃദയം വീണ്ടും തിരിച്ചുവെന്ന് ഈ ജനം അറിയേണ്ടതിന് എനിക്ക് ഉത്തരമരുളണമേ എന്ന് പറഞ്ഞു. കർമ്മേലിൽ ഇസ്രായേൽ ജനത്തെ എല്ലാം ഏലിയാവ് വിളിച്ചു കൂട്ടി. യാഗപീഠം പണിതു. ബാലിന്റെ പ്രവാചകന്മാരെ വിളിച്ചിട്ട് അവരോട് പറഞ്ഞു, നിങ്ങളും ഒരു യാഗപീഠം നിങ്ങളുടെ ദേവന് പണിതോ,
ഇവിടെ യഹോവയുടെ നാമത്തിൽ ഒരു യാഗപീഠം ഞാനും പണിയാമെന്ന് പറഞ്ഞു. ഇസ്രായേൽ ജനത്തെ വിളിച്ചുകൂട്ടി. ഇസ്രായേൽ ജനം മുഴുവൻ തെറ്റിപ്പോയി. അവരുടെ മനസ്സ് ദൈവത്തിൽ നിന്ന് അകന്നുപോയി. അവരെ എല്ലാം വിളിച്ചുകൂട്ടി. എല്ലാവരും ഇവിടെ വരാൻ പറഞ്ഞു. എല്ലാവരും അവിടെ വരുത്തി. എല്ലാവരെ അവിടെ വരുത്തിയിട്ട് ഈ യാഗപീഠം യഹോവയുടെ നാമത്തിൽ പണിതു. യഹോവയാണോ ദൈവം, ബാലാണോ ദൈവം എന്ന് ചോദിച്ചു. അപ്പം ഒരു വിഭാഗം പറഞ്ഞു ബാല എന്ന് പറഞ്ഞു, ഒരു വിഭാഗം പറഞ്ഞു യഹോവയാണ്. ഇങ്ങനെ രണ്ട് തോണിയിൽ നിൽക്കുക. ജനത്തെ ഒന്നിപ്പിക്കണ്ടേ, യഹോവയിലേക്ക് മടക്കി കൊണ്ടുവരണ്ടേ. അതുകൊണ്ട് പറഞ്ഞു ബാലിന്റെ യാഗപീഠത്തിലാണോ തീ ഇറങ്ങുന്നത്, യഹോവയുടെ യാഗപീഠത്തിലാണോ തീ ഇറങ്ങുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം നിങ്ങൾ പ്രാർത്ഥിച്ചോളാം പറയും. ബാലിന്റെ പ്രവാചകന്മാർ രാവിലെ മുതൽ ഉച്ചവരെയും തന്നെ താൻ മുറിവേൽപ്പിച്ചുകൊണ്ട് ഒക്കെ പ്രാർത്ഥിച്ചു നോക്കി. തീ ഇറങ്ങിയില്ല. അവസാനം ഏലിയാവിന്റെ ഊഴം വന്നു. ഏലിയാവിന്റെ ഊഴം വന്നപ്പോൾ ഏലിയാവ് യഹോവയായ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ഈ ജനം മടങ്ങി വരേണ്ടതിന്, ഈ ജനം സത്യദൈവത്തിലേക്ക് തിരിഞ്ഞു വരേണ്ടതിന് നീ സ്വർഗത്തിൽ നിന്ന് തീ ഇറക്കി ഈ യാഗപീഠത്തെ കത്തിച്ച് ഈ ദാസനെ നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി ഏലിയാവിന്റെ യാഗം ദൈവം പ്രസാദിച്ചു. ഈ ധൈര്യം എവിടുന്ന ഏലിയാവിന് കിട്ടിയേ? ഈ യാഗപീഠത്തിൽ തീ ഇറക്കുന്ന ഒരു ദൈവം ഉണ്ടെന്നുള്ള വിശ്വാസം എവിടുന്നാ കിട്ടിയേ? അതിനു മുമ്പ് നടന്ന ട്രെയിനിങ്ങിൽ അവന്റെ വിശ്വാസം ഉയർത്തി. താരാപാത്തിലെ വിധവയുടെ മകനെ ഉയർപ്പിച്ചുകൊണ്ട് അവന്റെ അകത്തെ വിശ്വാസത്തെ ഉയർത്തി കൊടുത്തു. നിന്റെ ദൈവം മരിച്ചവനെ ഉയർപ്പിക്കുന്നവനാ, നീ ധൈര്യമായിട്ട് പോയി പ്രവർത്തിച്ചോളാൻ പറഞ്ഞു. അവിടെ വന്നു. അവനറിയാം തീ ഇറങ്ങുന്നു. തീ ഇറങ്ങി യാഗപീഠത്തെ കത്തിച്ചു. 400 + 450 850 ബാലിന്റെ പ്രവാചകന്മാരെ വെട്ടിക്കൊന്നു. ജനത്തെ മടക്കി കൊണ്ടുവന്നു ദൈവത്തിന്റെ ദൈവം. മൂന്നാമത്തെ ചിന്തയിലേക്ക് നമുക്ക് വരാം. 18:30 വായിച്ചേ. അപ്പോൾ ഏലിയാവ്, എൻ്റെ അടുക്കൽ വരുവിൻ എന്ന് സർവ്വജനത്തോടും പറഞ്ഞു. സർവ്വജനവും അവൻ്റെ അടുക്കൽ ചേർന്നു. അവൻ ഇടിഞ്ഞുകിടന്ന യഹോവയുടെ യാഗപീഠം നന്നാക്കി. ഈ ജനത്തെ ദൈവത്തിന്റെ അടുക്കിലേക്ക് മടക്കി കൊണ്ടുവരുന്നതിന്റെ ആദ്യ ഭാഗമായിട്ട് ഏലിയാവ് ചെയ്തത് എന്താണെന്നറിയാമോ? യഹോവയുടെ ഇടിഞ്ഞുകിടന്ന യാഗപീഠത്തെ അവൻ പുതുക്കി പണിതു. എല്ലാ ജനത്തെ വിളിച്ചുകൂട്ടി വരാൻ പറഞ്ഞു. ഇസ്രായേൽ ജനം 12 ഗോത്രത്തെ അവിടെ കൊണ്ടുവന്നിട്ട് ഏലിയാവ് ആദ്യം ചെയ്തത് എന്താ? യാഗപീഠം നന്നാക്കി. യാഗപീഠം ആരാധനയെ കാണിക്കും. നമ്മുടെ ജീവിതത്തിൽ ഇടിഞ്ഞു കിടക്കുന്ന യാഗപീഠത്തെ നമ്മൾ പണിയണം. ആദ്യം നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ടതാണ് നമുക്ക് ചിലത് നന്നാക്കണം. ഇടിഞ്ഞു കിടക്കുന്ന യാഗപീഠം, ദൈവവുമായിട്ടുള്ള ബന്ധം, അത് ഇടിഞ്ഞു കിടക്കുകയാണോ, അത് നേരെയാണോ, അത് നന്നാക്കണം. ദൈവത്തോടുള്ള ആരാധന യാഗം, അത് ഇടിഞ്ഞു കിടക്കുകയാണോ, അതിനെ നന്നാക്കണം. ഇടിഞ്ഞു കിടക്കുന്ന നമ്മുടെ കുടുംബ ജീവിതം പണിയണം. ഇടിഞ്ഞു കിടക്കുന്ന നമ്മുടെ വിശുദ്ധ ജീവിതം പണിയണം. ഇടിഞ്ഞു കിടക്കുന്ന ദൈവിക ബന്ധം നമ്മൾ ഇന്ന് നേരെയാക്കണം. എവിടെയാണ് ഇടിഞ്ഞു കിടക്കുന്നത് അതിനെ പണിയണം. അന്യോന്യമുള്ള സ്നേഹം, അന്യോന്യമുള്ള ഐക്യം, അന്യോന്യമുള്ള ബന്ധം പണിയണം. ഏലിയാവ് ആദ്യം ചെയ്തത് ജനത്തെ വിളിച്ചു കൂട്ടിയിട്ട് യഹോവയുടെ ഇടിഞ്ഞു കിടന്ന യഹോവയുടെ യാഗപീഠം നന്നാക്കി. 18:31 വായിച്ചേ. നാലാമത്തെ ചിന്ത. നിനക്ക് ഇസ്രായേൽ എന്ന് പേരാകും എന്ന യഹോവയുടെ അരുളിപ്പാട് ലഭിച്ച യാക്കോബിന്റെ പുത്രന്മാരുടെ ഗോത്രസംഖ്യയ്ക്ക് ഒത്തവണ്ണം 12 കല്ലെടുത്തു. കല്ലുകൊണ്ട് യഹോവയുടെ നാമത്തിൽ ഒരു യാഗപീഠം പണിതു. ഏലിയാവ് അടുത്ത ആഴ്ച എന്നാണെന്നറിയാമോ? 12 കല്ലുകൾ അവിടെ നിന്ന് എടുത്തു. 12 കല്ലുകൾ 12 ഗോത്രത്തെ സൂചിപ്പിക്കുന്നു. ഈ 12 ഗോത്രവും ഇപ്പോൾ ഈ സംഭവത്തിന് മുൻപ് ഭിന്നിച്ചു നിൽക്കുക, രണ്ടായിട്ട് വിഭജിച്ചു. ഒരു സൈഡിൽ വടക്കെത്ര ഗോത്രമാ? 10, തെക്കെത്രയാ? 2, യഹൂദ, ബെന്യാമിൻ. ബാക്കിയെല്ലാം ഇപ്പുറത്ത്. ഇവര് തമ്മിൽ എന്നും വഴക്ക, ഈ യുദ്ധമാണ്. ഏലിയാവ് വന്നിട്ട് ആദ്യം ചെയ്തത് എന്താ? ഈ 12 കല്ലെടുത്തു. 12 കല്ലുകൊണ്ടും ഒരു യാഗപീഠം പണിതു. ആരാധിക്കാൻ പോവാ. 12 കല്ലും കൊണ്ട് ഒന്നിച്ച് ഒരു യാഗപീഠം യഹോവയ്ക്ക് പണിതിട്ട് അതിന്മേലാണ് ആരാധന വസ്തു വെച്ച് എന്നിട്ടാണ് ആരാധിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഏലിയാവ് അടുത്തതായി ഏലിയാവ് ചെയ്തത് എന്താന്ന് ചോദിച്ചാൽ ഈ ഭിന്നിച്ചു നിന്ന ഈ ഗോത്രത്തെ ഒന്നിപ്പിച്ചു. 12 ഗോത്രത്തെ 12 പ്രദാനം ചെയ്ത് 12 കല്ലെടുത്ത് യാഗപീഠം പണിതു. അവിടെ കൃപയുണ്ടാവും. ഐക്യതയുള്ളിടത്തെ ദൈവകൃപ ഇറങ്ങി വരികയുള്ളൂ. ഐക്യതയുള്ളിടത്തെ ദൈവം പ്രവർത്തിക്കൂ. ഐക്യതയുള്ളിടത്തെ ആരാധന സ്വീകരിക്കുന്നു. സഭ ഒരു കുടുംബമാണ്. നമുക്ക് ഒരേ പിതാവാണ് നമുക്കുള്ളത്. ഒരു രക്ഷിതാവാണ്, ഒരു വീണ്ടെടുപ്പുകാരനാണ്, ഒരു വിശ്വാസമാണ്, ഒരു ലക്ഷ്യമാണ്, ഒരേ ദേശത്തേക്കുള്ള യാത്രക്കാരാണ് നമ്മൾ മറന്നുപോയത്. അപ്പൊ ഏലിയാവ് ചെയ്തത് അവരെ ഒന്നിപ്പിച്ചു. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊന്ന് റിവൈൻഡ് ചെയ്ത് നോക്കിയേ. ഏത് പ്രതിസന്ധിയുടെയും പിന്നില് ഒരു കാരണമുണ്ട്. നമ്മളത് കണ്ടുപിടിക്കുവാനും പരിഹരിക്കുവാനും നമ്മളിടയായിത്തീരണം. 2, ഇരുതോണിയിൽ കാല് വയ്ക്കരുത്. 3 പറഞ്ഞു ഇടിഞ്ഞു കിടക്കുന്ന യാഗപീഠം ഇന്ന് പണിയണം. 4 പറഞ്ഞത് എന്താ? ഐക്യത നമ്മുടെ ഇടയിൽ, ഭിന്നത ഉണ്ടാകരുത്. വരും ദിവസങ്ങളിൽ വിജയകരമായി ജീവിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മെ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.